Hi dears, welcome back to my channel. അപ്പോൾ ഇന്ന് പഴം ഉപയോഗിച്ചിട്ട് കുക്കറിൽ തയ്യാറാക്കി എടുത്തിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വിഭവം കണ്ടു നോക്കാം. ഇത് ഉണ്ടാക്കി എടുക്കാനായിട്ട് വളരെ എളുപ്പമാണ് ട്ടോ. 2 വിസിൽ അടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് തയ്യാറായിട്ട് കിട്ടും. പഴത്തിന്റെ കൂടെ തന്നെ നമ്മുടെ വീട്ടിൽ എപ്പോഴുള്ള കുറച്ച് ചേരുവകൾ മാത്രം മതി ഇതിലേക്ക്. അപ്പോൾ ഇനി നമുക്ക് ഇത് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് കണ്ടു നോക്കാം. അതിനു മുമ്പായിട്ട് ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം ട്ടോ. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഇനി നമുക്ക് റെസിപ്പി കണ്ടു നോക്കാം. ഇതിനു വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് അരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇതിന് പകരം ബിരിയാണി അരിയൊക്കെ വേണമെങ്കിൽ എടുക്കാം കേട്ടോ. ഞാനിവിടെ റേഷൻ കടയിൽ നിന്ന് കിട്ടിയിട്ടുള്ള പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് നല്ലപോലെ കഴുകി എടുക്കണം. അത് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് മാറ്റി വെക്കാം. ഇനി ഞാനിവിടെ ഗ്യാസ് സ്റ്റോപ്പിൽ ഒരു പാൻ വെച്ച് കൊടുത്ത് അതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് 2 അച്ച് ശർക്കര കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു 2 അച്ച് ശർക്കര ചേർത്ത് കൊടുക്കുമ്പോൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ മധുരം ഉണ്ടാവും കേട്ടോ. അപ്പം അത്ര മധുരമൊന്നും വേണ്ടെങ്കിൽ 1 അച്ച് ശർക്കര ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നല്ല മധുരം ഉണ്ടാകുമ്പോഴാണ് ഈ ഒരു വിഭവം നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നതും. അപ്പോൾ ഇതിവിടെ ഒന്ന് ഉരുക്കിയെടുക്കട്ടെ. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമ്മൾ കഴുകി എടുത്തിട്ടുള്ള അരി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഒരുപാട് അരച്ചെടുക്കരുത്. ഈ അരി ഒന്ന് മുറിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 10 സെക്കൻഡ് ഒന്ന് കറക്കിയെടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ ഞാനിവിടെ കറക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ മതി കേട്ടോ. അരി ഒരുപാട് അരഞ്ഞു പോകരുത്. നമുക്ക് തയ്യാറാക്കി കഴിഞ്ഞാൽ അരി ഇങ്ങനെ കടിക്കാൻ കിട്ടുന്ന പാകത്തിൽ വേണം. അപ്പോൾ അത് ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഇനി നമുക്കിതിവിടെ മാറ്റി വെക്കാം. ഞാനിവിടെ ഒരു കുക്കർ ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. കുക്കറിലാണ് നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത്. ഇതിലേക്ക് ഒരു 1/4 കപ്പ് അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കും. അപ്പോൾ അതുകൊണ്ട് ഒരു 1/4 കപ്പ് മാത്രം പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി. ഇതൊന്ന് കാരമലൈസ് ചെയ്തെടുത്തിട്ട് തയ്യാറാക്കി എടുക്കുമ്പോൾ ഈ ഒരു വിഭവം നല്ല ടേസ്റ്റി ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇതിവിടെ നല്ലപോലെ ഉരുക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് ഉരുക്കിയെടുത്താൽ മതി. ഒരുപാട് സമയം ഉരുക്കിയെടുത്തിട്ട് ഒരു കളറൊന്നും മാറിപ്പോകരുത് കേട്ടോ. അപ്പോൾ അതൊന്ന് ഒരു കയ്പ്പ് രസം വരും. അപ്പോൾ ഇതുപോലെ ആവുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് പാല് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ 1/2 ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ പാല് ചേർത്ത് കൊടുക്കുമ്പോൾ ഈ ഒരു കാരമലൈസ് ചെയ്ത് വെച്ചത് നന്നായിട്ട് തന്നെ ഉറച്ചു പോകട്ടോ. നമുക്ക് ഇളക്കി കൊടുക്കാനൊന്നും പറ്റൂല. ആ രീതിയിൽ അത് നല്ല കട്ടിയായി പോവും. ഈ ഒരു പാല് 2 മിനിറ്റും തിളച്ച് കഴിയുമ്പോൾ അത് നല്ല പോലെ തന്നെ ഉരുകി കിട്ടിക്കോളും. അപ്പോൾ ഇത് നന്നായിട്ട് ഉരുകി വരുന്നുണ്ട്. നമുക്കിതിലേക്ക് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു അരി ചേർത്ത് കൊടുക്കണം. അരി ചേർത്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അതല്ലെങ്കിൽ ആ ഒരു ചൂടിൽ പെട്ടെന്ന് തന്നെ അരി കട്ട പിടിച്ചു പോകാൻ സാധ്യത ഉണ്ട്. അതുകൊണ്ട് കുറച്ച് സമയം നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് അതിന് ശേഷം ഇതിലേക്ക് പഴം ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ചെറിയ 2 പഴം ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ വലിയ പഴമാണെങ്കിൽ 1 മതിയാവും കേട്ടോ. 1/2 കപ്പ് അരിയിലേക്ക് വലിയ പഴം 1 എടുത്താൽ തന്നെ അത്യാവശ്യം ഉണ്ടാവും. അപ്പോൾ ഞാനിവിടെ ചെറിയ 2 പഴം ഇതുപോലെ കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ശർക്കരപ്പാനിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അത് ഞാനിവിടെ ഒരു അരിപ്പയിലൂടെ അരിച്ചിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ ഏലക്കായ പൊടിച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്, മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇതെല്ലാം കൂടെ നല്ലപോലെ ഇളക്കി കൊടുത്തിട്ട് നമുക്കിത് അടച്ചു വെക്കാം. അപ്പോൾ ഇവിടെ കുക്കർ അടച്ചു വെച്ചിട്ടുണ്ട്. ഒരു 2 വിസിൽ വരെ വേവിച്ചെടുത്താൽ മതി. ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് 2 വിസിൽ അടുപ്പിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് 2 വിസിൽ അടിച്ച ശേഷം ഓഫാക്കി വെച്ചിരുന്നു. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നെയ്യിൽ കുറച്ച് കാഷ്യൂ നട്ട്സും കിസ്മിസും കൂടെ മൂപ്പിച്ച് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇനി നമുക്കിത് സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ കോരിയിട്ട് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. നമ്മളിവിടെ പാൽവായ്ക്കൊക്കെ സെർവ് ചെയ്യുന്ന പോലെ സെർവ് ചെയ്താൽ മതി. നല്ല ടേസ്റ്റിയാണ് കേട്ടോ. ഇത് എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കാനും മറക്കരുത് കേട്ടോ. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്